ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഹർത്താലായിട്ട് ഇവിടെ എല്ലാവർക്കും ഒഴിവാണല്ലോ, നിങ്ങൾക്ക് ഒഴിവാണല്ലേ. അപ്പോൾ നമ്മളിവിടെ ഇന്ന് രാവിലെ എണീക്കാൻ തന്നെ നല്ലോണം വൈകി. ഉള്ളത് പറയാലോ, 7:15 ആയിട്ടുണ്ടായിരുന്നു. ഞാനും ഏട്ടനും പിള്ളേരും ഒക്കെ അതുപോലെ തന്നെ വൈകി, കാരണം ഇന്ന് എവിടേക്കും പോകണ്ട. അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ അടുക്കളയിൽ കണ്ടില്ലേ നല്ല വെളിച്ചം വന്നത്, ലൈറ്റ് പോലും ഇടണ്ട കേട്ടോ, അത്രയും സൂര്യപ്രകാശം ഉണ്ടാവും. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ കടലക്കറിയും കുറ്റിപ്പുട്ടാണ് കേട്ടോ ഉണ്ടാക്കിയത്. ഞാൻ കടലക്കറിയും ചപ്പാത്തിയാണ് ഉദ്ദേശിച്ചത്, പക്ഷേ അവർക്ക് എല്ലാവർക്കും പുട്ടാണ് ഇഷ്ടം. അതുകൊണ്ട് ഭാഗ്യം, പണി എളുപ്പമായല്ലോ. അപ്പോൾ അവർക്ക് എല്ലാവർക്കും പുട്ടും മതി എന്ന് പറഞ്ഞപ്പോൾ ഞാനും ശരി അതന്നെ വിചാരിച്ചു. അത് പുട്ടും ചിരട്ടപ്പുട്ടും ഒക്കെ ഉണ്ടാക്കിയിട്ട് എന്തായാലും. അപ്പോൾ ഇന്ന് ഇത് എല്ലാം ഇത്തിരി സമാധാനത്തിൽ ചെയ്താൽ മതിയല്ലോ. അപ്പോഴേക്കും ഇവർക്കൊരു ഹെണ്ണ ചെയ്യാനൊരു ആഗ്രഹം. അപ്പോൾ അങ്ങനെ അവർക്ക് ഹെണ്ണയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് വേഗം നല്ലതൊക്കെ തുടയ്ക്കാനുണ്ടായിരുന്നു, അവിടെയൊക്കെ തുടച്ചു വിട്ടു. കാരണം അല്ലെങ്കിൽ ഈ സമയമാകുമ്പോഴേക്കും നമ്മുടെ എല്ലാ പണിയും കഴിയുമല്ലോ. അപ്പോൾ ഇന്ന് എന്തായെന്ന് പറയുമ്പോൾ പതുക്കെ ചെയ്താൽ മതി പറഞ്ഞിട്ട് എല്ലാം ഞാൻ പതുക്കെ സമാധാനത്തിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഒരുപാട് തുണികളൊക്കെ അലക്കാനുണ്ട്. അപ്പോൾ കുളത്തിലൊന്ന് പോകാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും നമ്മൾ തീയൊക്കെ കത്തിച്ചിട്ട് അടുപ്പിൽ അരി വെള്ളം വെച്ച് ചൂടാഴ്ച അരിയൊക്കെ ഇട്ടിട്ട് പോയി വരുമ്പോഴേക്കും ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അത് ചെയ്യാൻ നോക്കിയിട്ട് ഇവിടെ നന്നായി കത്തുണ്ട് നമ്മുടെ ഈ അടുപ്പ്. എന്താണെന്നറിയാം, എൻ്റെ ഏട്ടൻ ഉണ്ടാക്കി തന്ന അടുപ്പാണത്. പിന്നെ നമ്മൾ കുളത്തിലേക്ക് പോണ വഴിയാണ്. അപ്പോൾ കുറേ അലക്കാനുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും കുളത്തിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ പോകുമ്പോഴേക്കും അവിടെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അവർക്ക് എല്ലാവരും പതുക്കെയൊന്ന് തീരുമാനമൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനും കഴിച്ചും പ്രസ് ചേച്ചിയും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തുണിയൊക്കെ കുറേ അലക്കാനുണ്ടായിരുന്നു, അതിനൊക്കെ അലക്കി അങ്ങനെ വീടെത്തി. അപ്പോൾ അതിനൊക്കെ ഉണങ്ങാനൊക്കെ വെച്ചു കേട്ടോ. അപ്പം നല്ല കാറ്റും നല്ല വെയിലുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ അത് ഉണങ്ങിയും കിട്ടുമല്ലോ. അപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടായതാണ് കേട്ടോ അത്, ചെമ്പരത്തി പൂവ്. പിന്നെ ഇതാ നോക്കണം, അടുപ്പിൽ ഇത് കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ചോറൊക്കെ നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഞാൻ അവിടെ തന്നെ ഇരിക്കട്ടെ വെച്ച് അടുപ്പൊക്കെ ചോറൊക്കെ അടച്ച് വെച്ചിട്ട് വേവിക്കാൻ വെച്ചു കേട്ടോ. എന്നിട്ട് പിന്നെ നോക്കണോ എന്താ കൂട്ടാൻ വെക്കാമെന്ന് വിചാരിച്ച് ഇന്നലെ ചിന്തിച്ചാണ് കേട്ടോ. കാരണം ഇന്ന് കുറച്ച് ഉണ്ണിത്തണ്ട് ഉണ്ടായിരുന്നു, അപ്പോൾ അത് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിൻ്റെ ഞാൻ ക്ലീൻ ചെയ്ത് മഞ്ഞൾപ്പൊടി വെള്ളത്തിലിട്ട് വെച്ചിട്ട് കളർ ചേഞ്ച് ആവണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ അതിനെ ക്ലീൻ ചെയ്ത ശേഷം നോക്കുമ്പോഴേക്കും നമ്മുടെ ചോറ് അവിടെ അടുപ്പിലായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇപ്പുറത്തെ അടുപ്പിൽ തന്നെ പരിപ്പ് കുക്കറിൽ തന്നെ വേവിക്കാൻ വെച്ചു. പിന്നെ എപ്പോഴെങ്കിലും ലീവ് ഉണ്ടാകുമ്പോഴേ നമ്മൾ അധികം അടുപ്പിൽ ചെയ്യാറുള്ളൂ, അല്ലെങ്കിൽ ഗ്യാസിലാണ് കേട്ടോ. അപ്പോഴേക്കും ഞാൻ ഇപ്പുറത്ത് നിന്ന് എന്തൊക്കെയോ എടുക്കാമെന്നൊക്കെ എൻ്റെ കയ്യും പുള്ളി, അത് എപ്പോഴുള്ള കാര്യങ്ങളാണ്. അപ്പോൾ വീട്ടിലുണ്ടായിരുന്നു പപ്പാളങ്ങ എന്ന് പറയും, പപ്പായ ഓമക്ക എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനൊന്ന് വലിച്ചിട്ട് ഒന്ന് ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് വലിക്കാൻ വേണ്ടി പോയതാണ്. താഴെ തന്നെയാണ്, അത്രയും നമ്മുടെ വീട്ടിൽ 2 ഉണ്ടായിരുന്നു ഇത്. പിന്നെ അപ്പോൾ അതിലത്തെ ഞാൻ ഏറ്റവും ഒന്ന് വലിച്ചു. പക്ഷേ അത് ഇത്തിരി ചെറുതാണ്, മൂത്തിട്ടുണ്ടോ എന്ന് അറിയില്ല, നമുക്ക് കട്ട് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഒന്നേ വലിച്ചുള്ളൂ, കാരണം ഇത് ഉപ്പേരി വെക്കാമെന്ന് പറഞ്ഞിട്ടാണ്. ഇവിടെ ആ കുട്ടികൾക്ക് അത്ര ഇഷ്ടമല്ല, പക്ഷെ നല്ലതാണല്ലോ, എന്തായാലും അവർ കഴിക്കും. വെച്ച് കഴിഞ്ഞാൽ പിന്നെ കഴിക്കും, അത്രയ്ക്ക് അങ്ങോട്ട് താല്പര്യമില്ല കേട്ടോ. പിന്നെ നമ്മുടെ വീട്ടിൽ ഇത് അത്യാവശ്യത്തിനുള്ള മാങ്ങയുണ്ട്, കുഞ്ഞു മരമാണ്, പക്ഷേ അതിൽ അത്യാവശ്യത്തിനുള്ള മാങ്ങയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ഒന്ന് വലിച്ചിട്ടൊന്ന് അച്ചാർ ഇടാം, മുളക് പൊടിയും കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് ഉപ്പുപൊടി ഇട്ടിട്ട് ഒരു മുളക് തിരുമ്പി വെക്കാൻ വെച്ചാൽ അത് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ആദ്യം വന്നത് ഞാൻ ഇത് മൂത്തിട്ടുണ്ടോ എന്ന് ആദ്യം നോക്കുമ്പോൾ കുഴപ്പമില്ല, അത്യാവശ്യം നന്നായി മൂത്തിട്ടുണ്ട്. അപ്പോൾ അത് ആ പരിപ്പ് വെന്ത് കഴിഞ്ഞപ്പോൾ വേഗം അതിലേക്ക് ഞാൻ ഉണ്ണിത്തണ്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് അതിലേക്ക് ആഡ് ചെയ്തു. ഇനി ഇതിലിപ്പോൾ തേങ്ങയും കുറച്ച് ജീരകവും കുറച്ച് കുരുമുളകും ഇട്ടിട്ട്, ജീരകം മറ്റേ പെരുംജീരകം അല്ല കേട്ടോ, വലിയ ജീരകമല്ല, ചെറിയ ജീരകം, അതും കൂടി ഇങ്ങോട്ട് മിക്സിയിൽ അങ്ങോട്ട് തേങ്ങയും കൂടി മിക്സ് ചെയ്തിട്ട് അരച്ചിട്ട് അതിൽ ഒരു തക്കാളിയും കൂടി ആഡ് ചെയ്ത് ഒന്ന് വെളുത്തുള്ളിയിട്ട് താളിച്ച സൂപ്പർ കറിയാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. അധികം അത് ഞാൻ ഉപ്പേരി വെക്കാറ് പതിവ്, അപ്പോൾ ഇന്ന് അതിന് ഞാൻ കറിയാക്കിയതാണ്. പിന്നെ ഇതാണ് കേട്ടോ ഉപ്പേരി വെക്കണ പപ്പാളങ്ങ. അപ്പോൾ അത് വേഗം ഞാൻ ഉപ്പേരിക്കുള്ളത് അടുപ്പിൽ വെച്ചു. പിന്നെ അത് ഉച്ചയ്ക്ക് കഴിക്കാനല്ലേ, അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ പതുക്കെയാണ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ മുളക് പൊടിയൊക്കെ ഇട്ടിട്ടാണ് അത് ഉപ്പേരി വെക്കണത്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ കടുകൊക്കെ ഇട്ട് അത് പൊട്ടിയ ശേഷം കുറച്ച് വെളുത്തുള്ളിയും പിന്നെ കുറച്ച് ചെറിയ ഉള്ളിയില്ലേ അതും ചതച്ചിട്ടിട്ട് നന്നായി താളിച്ചെടുത്തു. എന്നിട്ട് അതിലേക്ക് ഞാൻ ഈ പപ്പാളങ്ങ നന്നായി കട്ട് ചെയ്തത് അതിലേക്ക് ആക്കി വെച്ചു കേട്ടോ. എന്നിട്ട് അത് അടച്ച് വെച്ചിട്ട് ആവിയിൽ തന്നെ വേവിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനത് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചു. അപ്പോഴേക്കും നമ്മുടെ ചോറായോ എന്ന് ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ടേ ഇരിക്കണം. അപ്പോൾ നോക്കുമ്പോൾ ആയി. ഇനിയിപ്പോൾ ഇതിനെ നന്നായിട്ട് ചോറിനെ ആ വെള്ളമൊക്കെ ഊറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അപ്പുറത്ത് തന്നെ ഒരു അലുമിനിയത്തിൻ്റെ വട്ടയൊക്കെ വെച്ച് അതിൽ കറക്റ്റായിട്ട് ഊറ്റിയിട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ചോറായി, ഉപ്പേരിയായി. അപ്പോൾ എന്തായാലും ഒരു പപ്പടം കൂടി കാച്ചാന്ന് വിചാരിച്ചു. പിന്നെ നമ്മുടെ വീട്ടിൽ മാങ്ങയുണ്ടല്ലോ, അതിനെ ഒന്ന് മുളക് തിരുമ്പി എടുത്തു. പിന്നെ നമ്മുടെ ഉണ്ണിത്തണ്ട് കറിയായിട്ട് അത് ഒരുപാട് വെള്ളം ഒഴിക്കാനൊന്നും പാടില്ല. ആ തേങ്ങ അരച്ചതിൻ്റെ പിന്നെ പരിപ്പിൻ്റെയും ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അത് വെള്ളം ഒഴിച്ചാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. കാണുമ്പോൾ നല്ല കുറുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, പക്ഷേ ഇതിൽ കാണുമ്പോൾ അങ്ങനെ നിങ്ങൾക്ക് എങ്ങനെ കാണണമെന്ന് എനിക്കറിയില്ല. പിന്നെ നമ്മൾ ചോറ് കഴിക്കാൻ നോക്കണം. അപ്പോൾ ചോറ് നന്നായി വന്നു, അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കറികളൊക്കെ.
അപ്പോൾ ഞാൻ ഈ സംസാരിക്കണതിലൊക്കെ എന്തായാലും തെറ്റുണ്ടാവുമെന്ന് എനിക്ക് എന്തായാലും അറിയാം. എനിക്ക് എപ്പോഴും നന്നായി സ്പീഡ് പറയുമ്പോൾ എപ്പോഴും പറ്റാറുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ തെറ്റുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. നല്ലോണം വൈകി ഒരു 1:30 ആയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് തന്നെ ഞങ്ങൾ ഊണ് കഴിക്കാനൊക്കെ ഇരുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. ഓക്കെ.